ഈ പണ്ട് ഞാൻ മിമിക്രിയിൽ കളിക്കുന്ന സമയത്ത് പ്രോഗ്രാമിന്റെ വണ്ടി നമ്മൾ നിൽക്കുന്നിടത്ത് നിർത്തില്ല. അവർക്ക് എന്തോ നാണക്കേടാണ് ഞങ്ങളെ എന്നെയൊക്കെ വണ്ടി കയറ്റാൻ. അപ്പൊ മിമിക്രിയുടെ വണ്ടി കുറേ അങ്ങോട്ടും, അപ്പൊ ഞാൻ പിറകെ ഓടണം. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വിചാരിക്കാം ഇവര് അവിടെയല്ലേ നിർത്തുന്നത്, അവിടെ ചെന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ അവര് വേറെ എവിടെയില്ലെന്ന്. അവരിങ്ങനെ കളിപ്പിക്കും. ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മളെ വണ്ടിയിലേക്ക് കയറ്റാൻ ഭയങ്കര മടി. എന്നിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എന്നിട്ട് പറയും വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങരുത്, സ്റ്റേജൊക്കെ കെട്ടിയിട്ട് പയ്യെ പിറകെ കൂടെ പോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. അവർക്ക് എന്തോ ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് ഒരു അവജ്ഞത പണ്ടേ ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല കേട്ടോ, തുടക്ക സമയത്ത്. അപ്പോൾ എനിക്ക് കാറിനോടൊന്നും ക്രഷില്ല. അപ്പൊ വാഹനം 2 വീലർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്കക്ക് ഇതൊന്നും ഓട്ടിക്കാൻ അറിയത്തില്ലായിരുന്നു, സൈക്കിള് പോലും ഓട്ടിക്കില്ലായിരുന്നു. എനിക്ക് എന്തോ വിഷമ. അപ്പൊ ആൾക്ക് വേറൊരു ട്രാജഡി, എന്റെ പിറകിൽ ഇരുന്ന് എപ്പോഴും പോകുന്നു. അപ്പൊ ഇക്ക പറയും ആൾക്കാരുള്ളടുത്ത് കൊണ്ട് നിർത്തരുത്, ഞാൻ കറക്റ്റ് അവിടെ അങ്ങ് നിർത്തും. അപ്പൊ ഇക്ക ബാക്കിൽ ഇറങ്ങും. അപ്പൊ ഇക്കക്ക് ഭയങ്കര ചമ്മലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എറണാകുളത്ത് വന്നതിന് ശേഷമാണ് ഇക്ക സൈക്കിള് ചവിട്ടി പഠിച്ചത്. അത് കഴിഞ്ഞ് 2 വീലർ, പിന്നെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തു. 2 വീലർ പഠിച്ചു. 2 വീലർ പഠിച്ചു കഴിഞ്ഞിട്ട് വണ്ടി പഠിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. ശരി, അപ്പൊ ഞാൻ പറഞ്ഞു ഇക്ക വണ്ടി പഠിക്കുകയാണെങ്കിൽ ഞാൻ കാർ എടുത്ത് തരും, ഇക്കയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു. ഇങ്ങനെ വെറുതെ തമാശ. ഒരു ദിവസം KSRTC ബസ്സിൽ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട്, അന്ന് ഞാൻ ഡോറ അക്കാഡമി പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഫോൺ വരുന്നേടി ഞാൻ H പാസ്സായി. അയ്യോ എനിക്ക് തലകറക്കം വന്നു, വണ്ടി മേടിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ആദ്യം 2 വീലർ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബർത്ത്ഡേക്ക് 2 വീലർ ഗിഫ്റ്റ് ചെയ്തു. സർപ്രൈസ് ആയിരുന്നു. ഇത് കാറും അതുപോലെ തന്നെ ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് കാറാണ് ഫസ്റ്റ് എടുത്തത്. അത് ഇപ്പോഴും അതാണ് കയ്യിലുള്ളത്, ബലാന. അപ്പൊ അതെടുത്തു. അപ്പൊ ഇപ്പോ കാറില്ലാതെ ഒരിടത്തും പോകാൻ വയ്യ, എവിടെ പോയാലും കാറ്. ഞാൻ ഇങ്ങനെ നീ ആ 2 വീലർ മൈൻഡ് ചെയ്യണമെന്ന്, ഓഫ് കാറില് പോവാ, മഴയല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പറയും. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എപ്പോഴും കാറിൽ കയറി ഇരുന്നിട്ട് ഞാൻ പറയും ഈ കാർ കൊഞ്ഞ് താന്നാണ്, അല്ലെങ്കിൽ വലിയ കാർ വരും. അപ്പൊ അതെപ്പോഴും ഈ ഒരു സ്വപ്നമാണല്ലോ, നമ്മളെപ്പോഴും കുറച്ചും കൂടി അപ്ഗ്രേഡ് ആകാൻ നോക്കും. അങ്ങനെ വിചാരിച്ചാലേ ഇതെങ്കിലും കിട്ടുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. സ്വഭാവമാണല്ലോ. അപ്പൊ ഞാൻ എപ്പോ പോയാലും എന്റെ ഫ്രണ്ടിൽ പോകുന്ന എനിക്ക് ഫോർച്യൂണറുകളാണ്. ഫോർച്യൂണർ പോകുമ്പോ എന്തോ കുതിര വന്ന് ഇങ്ങനെ നിൽക്കുന്ന രഥത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങും പോലെ. അങ്ങനെ മമ്മൂസിന് ഫോർച്യൂണറാണ്. മമ്മൂസിന്റെ ഫോർച്യൂണറിൽ എപ്പോഴും ഞാൻ യാത്ര ചെയ്യാറുണ്ട്, കൂടെ പോകാറൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ചാടിയാണ് ഞാൻ ഇറങ്ങുന്നത്. ഇച്ചിരി പൊക്കമുള്ള വണ്ടിയല്ലേ. അപ്പൊ എനിക്ക് ഈ പൊക്കമുള്ള വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കൊരു രഥത്തിൽ ഇരിക്കുന്ന ഫീലാണ്. മൈൽ സ്റ്റോൺ ഇവന്റ്സിന്റെ ഗിഫ്റ്റ് കൂടെ അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഫോർച്യൂണർ വാങ്ങാൻ പറ്റും. അവര് ഫോർച്യൂണറാണോ തരുന്നത്? അല്ല, മേടിക്കും. ഫോർച്യൂണർ ഞാൻ മേടിക്കും. അപ്പൊ ഇപ്പൊ ഉള്ള താമസിക്കുന്ന വീട്ടില് അത് കയറ്റാനുള്ള സ്ഥലമില്ല. അപ്പൊ ഇക്ക പറഞ്ഞ് വീട് ഇടിക്കാം അങ്ങനെ പറയാം, ഫോർച്യൂണർ പറയും. അപ്പൊ എപ്പോ കണ്ടാലും ഫോർച്യൂണർ കാണുമ്പോ എനിക്ക് എന്തോ ആവേശമാണ്, ഞാൻ ഫോർച്യൂണർ മേടിക്കട്ടെ. അപ്പൊ ഇക്ക പറഞ്ഞ എത്രയാണെന്ന് അറിയുമോ? ഞാൻ മേടിക്കാം. വെറും 9 ലക്ഷത്തിനുള്ളിൽ ഒരു ഫോർച്യൂണർ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടാ പറയാ. ഞാൻ എല്ലാ കാര്യവും ഇപ്പൊ നമ്മള് നല്ല വിഷമത്തിൽ ഇത്തിരി കടം കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി പൈസക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ദൈവം തരും, ദൈവമല്ലേ തരും എല്ലാരും പറയും. അങ്ങനെ ഞാൻ പറഞ്ഞു അവര് തരും, അവര് തരുമെന്നല്ലേ പറയുന്നേ, തരും. ഇങ്ങനെ ഒരു പോസിറ്റീവ് ചിന്ത. ഇപ്പൊ ഫോർച്യൂണർ എന്റെ അടുത്ത് പറയുന്ന, ഇപ്പൊ 1 കോടിയുടെ വണ്ടി കണ്ടിട്ട് എന്റെ അടുത്ത് പറയാം അത് 1 കോടി രൂപ അടി എന്ന് പറയാം. 1 കോടിയല്ലല്ലോ. അങ്ങനെ അല്ല, ലൈഫിനെ നമ്മൾ വളരെ പോസിറ്റീവ് ആയിട്ട് നമുക്ക് എല്ലാം നേടാൻ പറ്റും. പക്ഷെ ആൾക്ക് ഭയങ്കര ടെൻഷൻ. ഇപ്പൊ നിങ്ങൾ നേടിയത് എന്താണെന്നൊന്നും അറിയണ്ടേ, എന്ത് സമ്മാനം കിട്ടുന്നൊന്നും അറിയണ്ടേ. ഈ കഥകൾ മാത്രം ഇനി അങ്ങനെ പറയൂല. എന്താന്നറിയോ, മൈൽ സ്റ്റോൺ ഇവന്റ്സിന്റെ വക മൈൽ സ്റ്റോൺ ഇവന്റ്സ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഇവന്റിലെ മണവാട്ടിനെ അണിയിച്ചൊരുക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ബാക്ക് ടു ബാക്ക് മൈൽ സ്റ്റോൺ ഇവന്റ്സ്, ഒരുപാട് ബാക്ക് ടു ബാക്ക് ഇവന്റ്സ് ചെയ്യുന്നു. എല്ലാ ഇവന്റിലും എല്ലാരും പറയുന്നു സൂര്യ തന്നെ ഞങ്ങളുടെ മണവാട്ടിനെ ഒരുക്കണം. അങ്ങനെ സൂര്യ പൈസ ഇങ്ങനെ ഒരുപാട് ഉണ്ടാക്കണോ, എന്നിട്ട് പോയി ഫോർച്യൂണർ വാങ്ങുന്നു. ഫോർച്യൂണർ മേടിച്ചില്ലെങ്കിലും ബാർക്ക് കിട്ടിയാൽ മതി.